ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു പാലട പായസമാണ് കേട്ടോ. അപ്പോൾ പാലട പായസം ഈസി ആയിട്ട് എങ്ങനെയാണ് പാലട പായസം തയ്യാറാക്കുന്നതെന്നാണ് നോക്കുന്നത്. അല്ലാതെ പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കുന്ന പായസത്തെ പറ്റിയിട്ടല്ല പറയുന്നത്. ഈസി ആയിട്ട്, ഭയങ്കര ഈസി ആയിട്ട് കുക്കറിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ഒരു പാലട പായസം കഴിക്കണമെങ്കിൽ, ഒരു പാലട കഴിക്കണമെങ്കിൽ അതെങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന പാലടയ്ക്കകത്ത് അടയാണ്, ഏത് പാലടയ്ക്കാണെങ്കിലും അടയാണ് മുഖ്യം. പക്ഷേ പണ്ടുള്ളവർ തയ്യാറാക്കുന്നതിനകത്ത് വീട്ടിലുണ്ടാക്കിയെടുത്ത അടയായിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഇന്ന് കാലം ഒരുപാട് മാറി, എല്ലാം പാക്കറ്റിലായി, അടയും പാക്കറ്റിൽ തന്നെ ആയി. ഇന്ന് നമ്മൾ എടുക്കുന്ന MACയുടെ അരിയടയാണ് എടുക്കുന്നത്. ആ MACയുടെ അരിയട കൊണ്ട് എങ്ങനെ ഭയങ്കര എളുപ്പത്തിലൊരു പാലട പായസം തയ്യാറാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് MACയുടെ പാക്കറ്റ് പൊട്ടിച്ച് അരിയട വെള്ളത്തിലോട്ടിടുക, നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 2 റൗണ്ട് കഴുകിക്കോ. അങ്ങനെ കഴുകിയെടുത്ത് അത് തോർത്തി അതൊരു കുക്കറിനകത്തോട്ട് ആക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു എളുപ്പത്തിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് തയ്യാറാക്കുകയാണെന്ന്. അപ്പോൾ കുക്കർ അത്യാവശ്യമാണ്. അപ്പോൾ കുക്കറിലോട്ട് അടയിട്ടു, വെള്ളം ഒഴിക്കാൻ വരട്ടെ. അതിനകത്തോട്ട് 1 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. നല്ല ശുദ്ധമായ പശുവിൻ പാല്, വീട്ടിൽ പശുവിൻ്റെ പാല് കറന്ന ആ പാല് കാച്ചിയെടുത്ത പാലാണ് ഒഴിക്കുന്നത്. കാച്ചിയ പാലൊഴിച്ച് അട 1-2 റൗണ്ട് ഒന്ന് ഇളക്കി വെച്ച്, വെള്ളമൊന്നും ഒഴിക്കേണ്ട, പാല് മാത്രം മതി, ഒന്ന് ഇളക്കി കുക്കർ അടച്ച് വേവാനായിട്ട് വെക്കുക. പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന പാലടയ്ക്കകത്ത് അടയാണ്, ഏത് പാലടയ്ക്കാണെങ്കിലും അടയാണ് മുഖ്യം. പക്ഷേ പണ്ടുള്ളവർ തയ്യാറാക്കുന്നതിനകത്ത് അടയിൽ മുഖ്യം അട തന്നെയാണ്. വീട്ടിൽ അടയുണ്ടാക്കി അതുകൊണ്ട് പായസം വെച്ചിരുന്ന ഒരു കാലമൊക്കെ വളരെ പഴയതായിരിക്കുന്നു. ഇന്നും ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച്, ഇന്നത്തെ തിരക്ക് പിടിച്ചൊരു ദിവസത്തിൽ അത്രയും ക്ഷമയോടെ അടുക്കളയിൽ നിൽക്കാനുള്ള സമയം പലർക്കും ഇല്ലാത്തത് കൊണ്ട് എല്ലാ സാധന സാമഗ്രികളുടെയും സ്ഥാനം പാക്കറ്റിലായി. അതുപോലെ തന്നെയാണ് ഇവിടെയും. പാക്കറ്റിൽ ഉള്ള അട കൊണ്ട് കുക്കർ വെച്ച് എളുപ്പം ഒരു പായസം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പാക്കറ്റ് പൊട്ടിച്ച് നന്നായി കഴുകിയ അട കുക്കറിലോട്ടിടുന്നു. വെള്ളത്തിന് പകരം 1 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. ഏത് പാല് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഇപ്പോൾ എടുക്കുന്നത് വീട്ടിൽ കറന്ന പശുവിൻ്റെ പാല് തന്നെയാണ്. പാല് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് 1-2 തവണയൊന്ന് ഇളക്കി കുക്കർ അടച്ച് വെക്കുക. വിസിലാണ് സാധാരണ പാലടയ്ക്കായിട്ട് എടുക്കുന്നത്. വിസ്താരമുള്ള കുക്കറാണെങ്കിൽ, അല്ലെങ്കിൽ വലിപ്പമുള്ള കുക്കർ എടുക്കുകയാണെങ്കിൽ 1 വിസിൽ കൃത്യം കേൾപ്പിച്ചോളൂ. എൻ്റെ ഈ കുക്കർ അതിന് പറ്റിയതല്ല, ചെറിയൊരു കുക്കറാണ്. അതുകൊണ്ട് 1 വിസിലിൻ്റെ ഉള്ള ഒരു തുടക്കമാകുമ്പോഴത്തേക്ക് പാല് തിളച്ച് തൂവാൻ തുടങ്ങും. അതുകൊണ്ട് 1 വിസിലിൻ്റെ ആരംഭമാകുമ്പോൾ തന്നെ ഞാനിത് അണച്ചു വെക്കും കേട്ടോ. 1 വിസിൽ മതി പാലട കൃത്യമായിട്ട് വേവാൻ വേണ്ടിയിട്ട്. 1 ലിറ്റർ പാലിന് 1 വിസിൽ മതി. ചൂടൊക്കെ നന്നായിട്ട് ആറിയ ശേഷം തന്നെ, വിസിൽ മാറിയ ശേഷം കുക്കർ തുറന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമില്ലാത്തതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച പാലുണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ രണ്ടിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒന്ന് വറ്റിയിരിക്കുകയാണെന്ന് തോന്നുമെങ്കിലും ഇളക്കുമ്പോൾ അത് നന്നായിട്ട് ആവശ്യത്തിന് പാലുള്ള ഒരു പാലടയായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്നും ചേർക്കുന്നില്ല. ശേഷം സ്ഥിരം കാര്യം തന്നെ, ഇത്തിരി നെയ്യ് ഒഴിക്കുക. ചട്ടിയിലോട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇളക്കി കൊടുക്കുക. വിസിലാണ് സാധാരണ പാലടയ്ക്കായിട്ട് എടുക്കുന്നത്. വിസ്താരമുള്ള കുക്കറാണെങ്കിൽ, അല്ലെങ്കിൽ വലിപ്പമുള്ള കുക്കർ എടുക്കുകയാണെങ്കിൽ 1 വിസിൽ കൃത്യം കേൾപ്പിച്ചോളൂ. എൻ്റെ ഈ കുക്കർ അതിന് പറ്റിയതല്ല, ചെറിയൊരു കുക്കറാണ്. അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട ശേഷം അതിനകത്തോട്ട് നന്നായിട്ട് ഇളക്കി പഞ്ചസാര ഒഴിച്ച് ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നു. ഇതോടുകൂടി നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ആറിയ ശേഷം ആവശ്യത്തിന് ചൂടോടുകൂടി എടുത്ത് ഗ്ലാസ്സിലാക്കി ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി പായസമാണ്. മേമ്പൊടി പറയാമെന്ന് വിചാരിക്കരുത്, ഉണ്ടാക്കി നോക്കണം. കാരണം തിരക്ക് പിടിച്ച ലോകത്ത് നമ്മുടെ നാക്കിനും വയറിനും ഒരിത്തിരി നല്ല സാധനം കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അധികം പണിയൊന്നുമില്ല, ഒരു 15 മിനിറ്റ് തീർക്കാവുന്ന പ്രോസസ്സേ ഉള്ളൂ. ഇനി ഡയറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ നെയ്യ് ഒഴിച്ച അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിയുടെ ഭാഗം വിട്ട് കളഞ്ഞാൽ മാത്രം മതി. പഞ്ചസാരയും കുറച്ചളവിൽ ചേർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി പാലട പായസം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചാരുദാർഢ്യത്തോടു കൂടി കഴിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ എല്ലാവരും. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട ശേഷം അതിനകത്തോട്ട് നന്നായിട്ട് ഇളക്കി പഞ്ചസാര ഒഴിച്ച് ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നു. ഇതോടുകൂടി നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ആറിയ ശേഷം ആവശ്യത്തിന് ചൂടോടുകൂടി എടുത്ത് ഗ്ലാസ്സിലാക്കി ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നല്ല
അടിപൊളി പായസമാണ്. മേമ്പൊടി പറയാമെന്ന് വിചാരിക്കരുത്, ഉണ്ടാക്കി നോക്കണം. കാരണം തിരക്ക് പിടിച്ച ഈ ലോകത്ത് നമ്മുടെ നാക്കിനും വയറിനും ഒരിത്തിരി നല്ല സാധനം കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അധികം പണിയൊന്നുമില്ല, ഒരു 15 മിനിറ്റ് തീർക്കാവുന്ന പ്രോസസ്സേ ഉള്ളൂ. ഇനി ഡയറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ നെയ്യ് ഒഴിച്ച ഈ പായസം ഉണ്ടാക്കി നോക്കുന്നതിനോടൊപ്പം തന്നെ ഇത് കാണുന്നവർ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭമാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്